ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുക്കാൻ ഒരുങ്ങുന്നതിനിടെ ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതി മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. കോഴിക്കോട് ജില്ലാ കോടതിയിലാണ് MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബ് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ച്. ദീപക് ധർമ്മടം കോഴിക്കോട് ചേരുന്നു. ദീപക് ധർമ്മടം, ക്രൈംബ്രാഞ്ചിന്റെ പ്രാഥമികമായ പരിശോധന ഒടുക്കം ക്രൈംബ്രാഞ്ച് കേസെടുക്കുന്നു. തൊട്ടടുത്ത ദിവസം തൊട്ടപ്പോൾ തന്നെ ഈ MS സൊല്യൂഷന്റെ സ്ഥാപനങ്ങൾ റെയ്ഡ് നടത്തുന്നു, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പിടിച്ചെടുക്കുന്നു. ഷുഹൈബിനെ കസ്റ്റഡിയിലെടുക്കാൻ നീക്കം തുടരുന്നു. ഇതിനിടയിൽ മുൻകൂർ ജാമ്യം എങ്ങനെ കാണാം? വിവരങ്ങൾ. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കൊടുവല്ലിൽ പ്രവർത്തിക്കുന്ന MS സൊല്യൂഷൻസ് എന്ന സ്ഥാപനത്തിന്റെ CEO ഷുഹൈബിനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുക്കാൻ നീക്കമെന്ന വാർത്ത വരുന്നതിനിടെ തന്നെ പ്രതിരോധവുമായി മുന്നോട്ടിറങ്ങുകയാണ് ഷുഹൈബ്. മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലാ കോടതിയിലാണ് MS സൊല്യൂഷന്റെ CEO മുഹമ്മദ് ഷുഹൈബ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. സംഭവത്തിൽ പ്രാഥമിക പരിശോധന നടത്തിയ ക്രൈംബ്രാഞ്ച് കേസെടുത്തിരുന്നതിന് പിന്നാലെ MS സൊല്യൂഷന്റെ സ്ഥാപനങ്ങളിൽ 5 മണിക്കൂറോളം നീണ്ട പരിശോധന നടത്തി. ഇവിടെ നിന്ന് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അടക്കം പിടിച്ചെടുത്തു. കാര്യമായി എന്തൊക്കെയോ ക്രൈംബ്രാഞ്ചിന് കിട്ടിയെന്ന് വേണം അനുമാനിക്കാൻ. ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അടക്കം ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാനും ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് CEO ഷുഹൈബിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് ആലോചന, ക്രൈംബ്രാഞ്ച് നീക്കം. അതിനിടയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി പ്രതി നീങ്ങിയിരിക്കുകയാണ്. ദീപക് ധർമ്മടം ചേരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ദീപക് ധർമ്മടം, DD, എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് ഇപ്പോൾ നൽകാൻ കഴിയുന്നത്? മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്നത് ഒരു പ്രതിരോധമല്ലേ? സുഹൈലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു വലിയ കുറ്റകൃത്യം സംസ്ഥാനത്ത് ഇതാദ്യമായാണ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഒരു ക്രൈംബ്രാഞ്ച് ADGPയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം നടക്കുന്നത്. അതിലാണെങ്കിൽ BNSലെ തട്ടിപ്പ്, വിശ്വാസവഞ്ചന, രഹസ്യച്ചോർത്തൽ തുടങ്ങിയ 7 വകുപ്പുകൾ ചേർത്താണ് ക്രൈംബ്രാഞ്ച് FIR ഇട്ടിരിക്കുന്നത്. ആ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഈ MS സൊല്യൂഷന്റെ ഷുഹൈബ് ചോദ്യപേപ്പർ ചോർത്തി എന്ന് കൃത്യമായി കണ്ടെത്തി അതിൽ ധനലാഭം ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ഈ ഓപ്പറേഷൻ നടത്തിയത്. അതിനൊരു നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു. ഇത്തരം പ്രാഥമിക വിവരങ്ങൾ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. ആ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു FIR ഇട്ടത്. സ്വാഭാവികമായും ചോദ്യം ചെയ്യലിലും അറസ്റ്റിലേക്കും കടക്കും. അതിലൊരു പ്രതിരോധം എന്നുള്ള നിലയിലാണ് ഈ പ്രതി ഷുഹൈബ് ഇങ്ങനെ ഒരു ജില്ലാ കോടതിയിൽ തന്നെ നേരിട്ട് മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ഈ കേസിന്റെ ഒരു മെറിറ്റിലേക്ക് കോടതി പോകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസ് എന്നുള്ള നിലയിൽ കോടതി ഇത് പരിഗണിക്കാൻ ഉള്ള സാധ്യതയാണ് കാണുന്നത്. പ്രതിരോധം തന്നെയാണ് ഈ ഷുഹൈബിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. കാരണം സംസ്ഥാനത്ത് തന്നെ പ്രമാദമാകുന്ന ഒരു കേസ്, വിദ്യാഭ്യാസ രംഗത്തെ ആകെ ഇളക്കിമറിക്കുന്ന കേസ്, വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ നേരിട്ട് പരാതി സർക്കാരിലേക്ക് ടേക്കപ്പ് ചെയ്ത ഒരു സംഭവം. അതുകൊണ്ട് തന്നെ ഈ കേസിന് അത്രയും പ്രാധാന്യമുണ്ട്. ഈ പ്രതി ഒരു രക്ഷപ്പെടൽ തന്ത്രം എന്നുള്ള നിലയിൽ, അതായത് പോലീസിന് മുൻപിൽ മുൻകൂർ ജാമ്യത്തോടുകൂടി ഹാജരാകുമ്പോൾ കിട്ടുന്ന പരിഗണന കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഈ മുൻകൂർ ജാമ്യ ഹർജിക്ക് സമർപ്പിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. സുഹൈൽ.